ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തപ്പ ഉണ്ടായത്? ഒന്നും പറയല്ല എന്റെ പൊന്നാര ചങ്ങായിമാരെ, എന്തപ്പോ സംഭവിച്ചത്? അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ലാലേട്ടന്റെ വൃഷഭ പോയി കണ്ടു. ഓ എന്റെ പൊന്നിന്റെ പൊന്നാര മക്കളെ, ഒന്നും പറയണ്ട. ക്രിസ്മസിന് പടക്കം പൊട്ടിക്കാനില്ല, വിഷുവിനാണ് പടക്കം പൊട്ടിക്കൽ. ഇതിപ്പോ ലാലേട്ടന്റെ ഈ സിനിമ കാരണം കൊണ്ട് ഇപ്പൊ എന്തായി? ഗുഡ് മേടിക്കേണ്ട ആവശ്യമില്ല. അവസാനം ഈ ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ചിട്ട്, ലാലേട്ടൻ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ചിട്ട് ഈ കൊല്ലാവസാനത്തില് ഇങ്ങനൊരു ഗുണ്ട് പൊട്ടി ഇങ്ങനൊരു ഗുണ്ട് പൊട്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പൊന്നാര ലാലേട്ട. കാരണം വൃഷഭ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ബാഹുബലി മറ്റേ എന്താ പറയാ, കുറെ ആൾക്കാരെ ഇതിനെ ടീസറും ട്രെയിലറും ഒക്കെ ഇറങ്ങിയ സമയത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബാഹുബലി. പക്ഷേ ഇത് ബാഹുബലി അല്ല, മറ്റേ കട്ടപ്പി അല്ല, പിന്നെന്താണ്, ബറോസായി മാറി എന്ന് പറയേണ്ടി വരും. ആ നിലക്കാണ് ഇപ്പൊ ഈ കാട്ടിക്കുട്ടിയത്. നല്ലൊരു സിനിമ പ്രതീക്ഷിച്ച് പോയ എനിക്ക് സംഭവിച്ചത് ഇങ്ങനത്തെ ഒരു നാരപടപ്പ് അടുത്തൊന്നും കണ്ടിട്ടുണ്ടെങ്കിൽ ആ നിലക്കായി മാറി. നെഗറ്റീവ് കമന്റ് മനഃപൂർവ്വം ഇടുന്നതല്ല, കാശ് പോയ കാരണം കൊണ്ട് ഇടുന്നതാണ്. ഞാന് ഒരു സിനിമക്കും നെഗറ്റീവ് അങ്ങനെ കൂടുതൽ അടിക്കാത്ത ആളാണ്. പക്ഷെ ഈ സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ഏതൊരു മനുഷ്യർക്കും കാശ് പോയാൽ ദേഷ്യം പിടിക്കും. കാശ് പോയി കഴിഞ്ഞാൽ എന്താക്കും? ദേഷ്യം പിടിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷെ ആരട്ടെ ഇങ്ങനെ ഈ ന്യൂ ഇയറിന്റെ ഈ ടൈമിൽ ഇങ്ങനെ ഗുണ്ട് പൊട്ടിക്കല്, ക്രിസ്മസിന്റെ ഈ ടൈമിൽ ഇങ്ങനെ ഗുണ്ട് പൊട്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം സിനിമ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ സ്റ്റാർ ആണ്, കംപ്ലീറ്റ് ആക്ടറാണ്. പക്ഷെ ഇങ്ങനത്തെ റോളുകൾ ലാലേട്ടൻ ചെയ്യുന്നത് മഹാവിഡ്ഢിത്തരം എൻ്റെ മാറും. കാരണം അത്രക്കും മോശം പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും മോശം. ആ നിലക്കാണ് ഈ സിനിമ കാട്ടിക്കൂട്ടില്ല. എന്താ ഒരു മനുഷ്യൻ 150-200 രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് 2-2.5 മണിക്കൂർ പോയിരുന്ന് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഇതില് കാര്യമുള്ളത് എന്ന് ഞാൻ ആലോചിക്കണത്. നമ്മളെ സമയം പോയി, കാശും പോയി, ആളെ മൈൻഡും ആകെ ഭ്രാന്താവും പറഞ്ഞ പോലത്തെ കഥ. എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം എന്ത് ചെയ്യാണ്ടെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും നല്ലത് പറയാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് വേണ്ടേ, ഏതെങ്കിലും ഒരു സംഭവത്തിന് വേണ്ടേ, എന്തോ ഒരു പണ്ടാറക്കണ്ട് കാട്ടി കൂട്ടുണ്ട്. ആകണ്ട് എന്താ പറയാ, ആകെ നാശകോശാക്കി എന്നൊക്കെ പറയില്ല, അന്ന പോലെ ആകെ നാശകോശാക്കി, അങ്ങനെ തന്നെ പറയണ്ടു. അപ്പൊ അങ്ങനെ നമ്മള് ഓരോ സിനിമ കാണുമ്പോ നമ്മളത് എൻജോയ് ചെയ്യലാണ്. പക്ഷെ ഈ സിനിമ കണ്ടു നോക്കുമ്പോ എൻജോയിങ് അല്ല, അതിന്റെ അപ്പുറത്തെ ലെവലായി മാറി. അതിന്റെ ആകെ നാശമായിന്നേ. അത് കാരണം കൊണ്ടാണ്, വേറെ ഒന്നുമില്ല. കാശും പോയി. നമ്മള് ഇത്രയും ബുദ്ധിമുട്ടി പണിയൊക്കെ എടുത്ത് കിട്ടുന്ന കാര്യം കൊണ്ട് പോയിട്ട് ഇങ്ങനത്തെ 4 സിനിമകളൊക്കെ കാണുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും ഇതാവും. എന്തൊക്കെ കാട്ടിക്കൂട്ടിയില്ല ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയണം, ഒരുപാട് അവാർഡുകൾ, അഭിനയത്തിന്റെ കുലപതി അല്ലെങ്കിൽ അഭിനയത്തിന്റെ ചക്രവർത്തി എന്നൊക്കെ പറയില്ലേ, ആ നിലക്ക് ഉള്ള ലാലേട്ടനാണ് ഈ സിനിമ കാട്ടിക്കൂട്ടിയുള്ളത്. ഇങ്ങനത്തെ കഥയും സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള ക്യാരക്ടറുകളൊന്നും പൊന്നാര ലാലേട്ടങ്ങൾ എടുക്കരുത്. നല്ല നല്ല സിനിമകൾ, നല്ല നല്ല ക്യാരക്ടറുകൾ എടുക്കുക ചെയ്യുക. ജനങ്ങളെ എന്ത് ചെയ്യുക, ആണ്ട് ഇതാക്കുക. ലാലേട്ടന്റെ മാജിക്കിലൂടെ എന്ത് ചെയ്യുക, അഭിനയ മാജിക്കിലൂടെ ജനങ്ങളെ കയ്യിലെടുക്കുക. ഇങ്ങനത്തെ ചളി സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു ഇഷ്ടം ഉണ്ടാവില്ല. ലാലേട്ടൻ ഇഷ്ടം ഉണ്ടാവുന്നില്ല, ഇങ്ങനത്തെ സിനിമകളോട് തീരെ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇങ്ങനത്തെ ചളി പടത്തിന് ഇപ്പൊ ആരും കയ്യിൽ നിന്ന് കായ് മുടക്കിയിട്ട് പോകുന്നില്ല. അപ്പൊ നല്ല നല്ല സിനിമകൾ വരട്ടെ, നല്ല നല്ല അഭിനയങ്ങൾ ജനങ്ങൾ കാണട്ടെ. അപ്പോ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.